ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയും ബാലസംഘത്തിന്റെ ഓണം വാരാഘോഷ പരിപാടികളും ഇന്ന് നടക്കും. RSSും CPIയും തമ്മിൽ വ്യത്യസ്തമായി നടത്തുന്ന പരിപാടികൾക്ക് കണ്ണൂരിൽ കടുത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുമെന്ന് ഉത്തരമേഖല ADGP മുന്നറിയിപ്പ് നൽകി. ബാലഗോകുലം ശോഭായാത്രയ്ക്കൊപ്പം ബാലസംഘം ഓണം വാരാഘോഷ പരിപാടികളും നടത്താൻ തീരുമാനിച്ചതാണ് പോലീസിന് തലവേദനയായത്. കഴിഞ്ഞ വർഷം മുതലാണ് ഓണപരിപാടികളുടെ സമാപനം ശ്രീകൃഷ്ണ ജയന്തി നാളിൽ സംഘടിപ്പിക്കാൻ CPM തീരുമാനിച്ചത്. ഒരു തുടക്കമെന്ന നിലയിൽ കണ്ണൂർ ജില്ലയുടെ ചുരുക്കം പ്രദേശങ്ങളിൽ മാത്രമാണ് CPM കഴിഞ്ഞ വർഷം പരിപാടികൾ നടത്തിയത്. എന്നാൽ ഈ തവണ ജില്ലയിലെ മുഴുവൻ വില്ലേജുകളിലുമായി 187 കേന്ദ്രങ്ങളിൽ ആഘോഷ പരിപാടികൾ നടത്താനാണ് CPM തീരുമാനം. അതേസമയം 300-ലേറെ കേന്ദ്രങ്ങളിൽ ശോഭായാത്ര നടത്താൻ BJP RSS നേതൃത്വവും തീരുമാനിച്ചു. ഈ സാഹചര്യത്തിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്നും നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നും ഉത്തരമേഖല ADGP N. ശങ്കർ റെഡ്ഡി മുന്നറിയിപ്പ് നൽകി. ധാരണകളിൽ നിന്നും പുറകോട്ട് പോയോ തെറ്റിച്ചിട്ടോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് കർശനമായി നേരിടാനുള്ള നിർദ്ദേശങ്ങൾ പോലീസിന് കൊടുത്തിട്ടുണ്ട്. സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഇരുവിഭാഗവും കൂട്ടിമുട്ടാതിരിക്കാൻ പരിപാടികൾക്കായി പ്രത്യേക സമയവും സ്ഥലവും പോലീസ് ഇന്നലെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ആഘോഷം നടത്താൻ പോലീസ് അനുമതി നൽകാത്തയിടങ്ങളിൽ ഘോഷയാത്ര സംഘടിപ്പിച്ചാൽ അത് സംഘർഷത്തിൽ കലാശിക്കാൻ സാധ്യതയേറെയാണ്. ഒപ്പം ആഘോഷം കഴിഞ്ഞു പോകുന്നവർ ചിലയിടങ്ങളിൽ ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പും പോലീസ് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. റിപ്പോർട്ടർ, കണ്ണൂർ.